സൗമ്യ, നീ തുണിയെല്ലാം പറക്കിട്ടോ എന്നുള്ള മുത്തശ്ശിയുടെ ചോദ്യം കേട്ടിട്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അയ്യോ, തുണിയൊന്നും പറക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്കിറങ്ങി ഓടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പാതിയും തുണിയെല്ലാം നനഞ്ഞിരുന്നു. അയ്യോ, ഇനി ഇടാനൊന്നുമില്ലല്ലോ, എല്ലാം നനഞ്ഞിരിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തുണി എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ആ ഒരു മുറിയിലെ അശയിൽ വിരിച്ചിട്ടു. ആ സമയത്താണ് ആലോചിച്ചത്, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. മഴ ഒരു പകുതിയിൽ കൂടുതൽ പെയ്തു കഴിഞ്ഞാല് പിന്നെ മുറ്റത്ത് അത്രയും വെള്ളമാണ്. പിന്നെ ആകെ കൂടിയുള്ളൊരാശ്വാസം, തൊട്ടയലത്തെ വീട്ടിലൊരാളുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ മഴവെള്ളം വെട്ടിക്കളയാനും എന്തിനെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആ ഒരു സാന്നിധ്യം മാത്രമേ വീട്ടിലുള്ളൂ. അതൊരാശ്വാസം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു, ഇത്രയും നേരമായില്ലേ, മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്, മേ ബി പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരെ പോയിന്ന് കുളിച്ചേക്കാം. കാരണം മഴ വെള്ളം നനഞ്ഞു കഴിഞ്ഞാല് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കുളിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ നേരെ ഓടിപ്പോയത് ബാത്റൂമിലേക്കാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ നേരെ പോയി കുളിക്കാൻ കയറി. കുളിച്ചിറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ എന്റെ റൂമിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ആരാണത്? ഞാൻ അപ്പം കണ്ട സമയത്ത് തന്നെ മനസ്സിലായി, തൊട്ടപ്പുറത്ത് വീട്ടിലെ ആ മനുഷ്യനാണ്. അയ്യോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ബെഡ്ഷീറ്റെല്ലാം എടുത്ത് പുറത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താ എന്നുള്ള കാര്യം പോലും ചോദിക്കാൻ പറ്റില്ല. അന്നേരം തന്നെ ഞാൻ ഇറങ്ങി ഓടി. വേറെ ഒന്നും ആയിരുന്നില്ല, ആൾക്ക് വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ ശരിയാക്കാനുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ആ മനുഷ്യൻ അവിടേക്ക് വന്നത്. മുത്തശ്ശി പറഞ്ഞിട്ടാണ്. മുത്തശ്ശി എന്ത് പറഞ്ഞാൽ ശരിനെ ആൾ ഓടി വന്ന് ശരിയാക്കി തരും. അത് ആളുടെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ആളവിടെ ഇരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ നേരെ ഓടിപ്പോയി അടുത്ത റൂമിലൊക്കെ പോയി. പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ഓടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അടുക്കളയിലേക്കാണ് കയറിയത്. ഞാൻ വന്ന് കയറുന്ന സമയത്ത് ആളുടെ മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നു, എന്റെ മുഖത്തും അതേപോലെ ഒരു ചമ്മലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിച്ചു. അപ്പൊ തന്നെ ആളിനും മനസ്സിലായി എനിക്കും നല്ലൊരു നാണം വന്നിട്ടുണ്ടെന്ന്. ഞങ്ങളങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മുത്തശ്ശി അവിടെ നിന്ന് വന്ന് കയറി. മോളെ സുമ്മി, അവൻ വന്നിട്ടില്ലേ, അപ്പോ അവനെന്തെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്ക്. പിന്നെ മുത്തശ്ശി കൊണ്ട് ചായ എടുത്തോ, എല്ലാവർക്കും കൂടി ഒന്ന് കുടിക്കാലോ എന്ന് മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. വേറെ ഒന്നുമില്ല, മുത്തശ്ശി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുള്ളൂ. അപ്പൊ തന്നെ ഞാൻ കുറച്ച് ചായ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ ആളെന്റെ പിന്നെ വന്നു നിന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ചായ വെക്കണോ? അന്നേരം ഞാനൊരു രസം പോലെ പറഞ്ഞു, പിന്നെ ബിരിയാണി വെക്കാൻ പറ്റും മാഷേ. ആളൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, താരവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മുത്തശ്ശി വിളിച്ചപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് വന്നു കയറിയ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാരല്ല പക്ഷേ ഇതൊക്കെ മനുഷ്യനിലെ ആവശ്യമുള്ള കാര്യങ്ങള് നമുക്ക് അറിയാൻ സംഭവിച്ചു വന്നതല്ലേ, അതൊക്കെ അതിന്റെ ഒരു സ്പെഷ്യൽ എടുത്താൽ മതി എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആളും കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെല്ലിൽ തന്നെയായിരുന്നു ആളെടുത്തതും. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചായ ഇട്ടുണ്ടാക്കുന്ന സമയത്ത് തന്നെ ആളെന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് ചായ ഇടുന്നത് എന്ന് ഒന്ന് ഉപദേശിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് എന്റെ മാഷെ ഇങ്ങനെ ചായ ഇടുന്നത്? പെട്ടെന്ന് ആളെന്റെ അടുത്തുണ്ടോന്ന് പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല ചായ ഇടുന്നത്, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തിരുന്ന് ആ ഒരു ചായ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് ചായ ഇടുന്ന സമയത്ത് ഇച്ചിരി കടുപ്പത്തിലാണെന്നുള്ള ഈ മഴയത്തൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്റെ തൊട്ടടുത്തിരുന്ന് ആ ഒരു ഇലയ്ക്ക് അപ്പടി എടുത്തിട്ട് അതിനകത്തേക്ക് എടുത്തിട്ടു. ഇട്ട സമയത്ത് തന്നെ നല്ലൊരു ഗന്ധം വരുന്നുണ്ടായിരുന്നു, ചായയും മഴയും. പിന്നെ ആളങ്ങനെ നീന്നിട്ട് ആ ഒരു സമയത്ത് ആ ഇലക്കേന്റെയും പിന്നെ ആ തേയിലയുടെ ഗന്ധം വരുന്ന സമയത്ത് ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, നല്ല മണം വരുന്നുണ്ട്, തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് ആൾക്കാരെങ്കിലും ഓടി വരുന്ന ചായ പിടിക്കാൻ വരുമെന്നൊക്കെ ഞാനിങ്ങനെ തമാശയിൽ പറഞ്ഞു. എന്നിട്ട് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, മാഷിനൊരു ചായക്കട അങ്ങ് തുടങ്ങിക്കൂടെ? എന്ത് രസമായിട്ടാണ് മാഷ് ചായ ഇടുന്നത്, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു. അത് പറയുന്ന കേട്ടപ്പം ചുമ്മാ ആളെന്റെ അടുത്ത് തലക്കെട്ടൊന്ന് കിഴുക്കി.
അതൊക്കെ രസമാണല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാനും മുത്തശ്ശിയും ആളും കൂടെ അവിടെ നിന്ന് ചായ കുടിക്കായിരുന്നു. ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ നല്ല ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു, മാഷേ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആള് നേരെ ആ മമ്മട്ടി എടുത്തോണ്ട് പുറത്തോട്ടിറങ്ങി ആ ഒരു വെള്ളം മുഴുവൻ വെട്ടിവിടുകയുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ പോയി ആ ഒരു അവലം നനച്ചതും പിന്നെ കുറച്ച് കട്ടൻ ചായ ചൂടാക്കിയതും എടുത്തോണ്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൊണ്ടിരുന്ന് കഴിച്ചു. പെട്ടെന്ന് മുത്തശ്ശി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി അവനെന്തെങ്കിലും എടുത്തു കൊടുക്ക്, നീ ഇങ്ങനെ ചുമ്മാ ഇരുന്നാലോ എന്ന് പറയുന്ന കേട്ടപ്പോ ഞാൻ അടുക്കളയിലേക്ക് പോയി. മുത്തശ്ശി ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളും എന്റെ അടുക്കളയിലേക്ക് തന്നെ വന്നു. പെട്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചു, എന്തെടുക്കും ഇവിടെ, കുറെ നേരമായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അയാളത് പറഞ്ഞു, അവിടെ പോയിരിക്കേ, മുത്തശ്ശി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ, ഇങ്ങോട്ട് വരുന്ന എന്തിനാ എന്ന് പറഞ്ഞു. ഇടയ്ക്ക് തൻ്റെ അടുത്തുനിന്ന് കിന്നിരിക്കാനൊക്കെ ഇങ്ങനൊരു അവസരമല്ലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഈ പരിപാടി വല്ല നടക്കുമോ, മുത്തശ്ശി ഒന്നും അറിയത്തില്ലേ, നമ്മൾക്ക് ഇച്ചിരി സംസാരിച്ചെന്നൂടെ എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അതെ, ഇങ്ങനെ ഈ മഴ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ഹെൽപ്പൊക്കെയാണ് എന്ന് കരുതി മുത്തശ്ശി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? അങ്ങനെ പറയുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താനിങ്ങനെ പേടിക്കൊന്നും വേണ്ട, മുത്തശ്ശി നമ്മുടെ ആളൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാലേ എപ്പോഴിങ്ങനെ ടെൻഷൻ അടിക്കാനേ പറ്റത്തുള്ളൂ. വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് വേറെ കല്യാണം കഴിച്ചിട്ടായിരുന്നോ? ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് നല്ല കാര്യമാണല്ലോ ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതി നിൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കൽ ഒരു വട്ടം ഒരു ചൂടുവെള്ളത്തിൽ വീണത് തന്നെയാണ്. ഇനി ഒരു കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം അതൊന്നും എൻ്റെ ലൈഫിലുണ്ടായിരിക്കില്ല. പിന്നെ നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ കല്യാണമൊന്നും കഴിക്കാതെ നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകും. അല്ലാതെ എനിക്ക് കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് അടുത്ത് പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കും അതൊക്കെ തന്നെയാണ് താല്പര്യം. പിന്നെ അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ? നമ്മൾ ഈ വിവാഹമൊന്നും കഴിക്കാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിന് ഒരുപാട് രസമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അയാളടുത്ത് പറഞ്ഞു, എൻ്റെ മാഷേ, എനിക്കതൊന്നും അറിയില്ല. പിന്നെ ലൈഫ് ഇങ്ങനെയാണല്ലോ, അതൊക്കെ ഇങ്ങനെ പോകട്ടെ എന്ന് ഞാൻ അടുത്ത് പറയുമ്പോൾ അയാൾ എൻ്റെ മുഖത്തേക്കും നോക്കി, ഞാൻ അയാളുടെ മുഖത്തേക്കും. ഞങ്ങളങ്ങനെ നോക്കി നിന്നു. ആ സമയത്ത് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഇടിവെട്ടി. ഞങ്ങൾ രണ്ടും വീണ്ടും പരസ്പരം കണ്ടു നോക്കി അങ്ങനെ നിന്നു. ഈ കഥയുടെ അടുത്ത പാർട്ട് ഉടൻ തന്നെ